സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. കൊടുങ്കാറ്റും തീരമാലയും പടകിൽ വന്നാലടിക്കും. കൊടുങ്കാറ്റും തീരമാലയും പടകിൽ വന്നാലടിക്കും. നേരമെന്റെ ചാരയുണ്ട് യേശു, നേരമെന്റെ ചാരയുണ്ട്. നാഥനെന്നും വല്ലഭനാ. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. അന്ത്യത്തോളം ചിറകടിയിൽ യേശു കാത്തിടും ധരയിൽ. അന്ത്യത്തോളം ചിറകടിയിൽ യേശു കാത്തിടും ധരയിൽ. ആപത്തിലോ രോഗത്തിലും എന്റെ ആപത്തിലോ രോഗത്തിലും അവനാണെനിക്കഭയം. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. വിണ്ണിലെന്റെ വീടൊരുക്കി, വിണ്ണിലെന്റെ വീടൊരുക്കി വേഗമാം നേടും പ്രിയനായി. വിണ്ണിലെന്റെ വീടൊരുക്കി വേഗമാം നേടും പ്രിയനായി. വേല ചെയ്തൻ നാട്കൾ തീർന്നു, വേല ചെയ്തൻ നാട്കൾ തീർന്നു. വീട്ടിൽ ചെല്ലും ഞാനോടുകൾ. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. കൊടുങ്കാറ്റും തിരമാലയും കണ്ണുനീരിന്റെ താഴ്വരയും ഒന്നിന് പിറകെ നിനക്കെതിരായി കടന്നു വരുമ്പോൾ, പ്രിയമുള്ളവരെ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, തളരേണ്ട. അന്ത്യത്തോളം ചിറകിന്റെ കീഴിൽ നിന്നെ സൂക്ഷിക്കുന്ന കരങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കാതെ. പ്രൈസ് ദി ലോർഡ്. ഒന്നിന് പിറകെ കടന്നു വരുന്ന ദുരിതങ്ങൾ, ഒന്നിനെ പിറകെ കടന്നു വരുന്ന കഷ്ടങ്ങൾ, ഒന്നിനെ പിറകെ കടന്നു വരുന്ന ശോധനകൾ, അതിന്റെ മധ്യത്തിൽ നിങ്ങൾ തളരരുത്. നിങ്ങൾ ബലഹീനരായി പോകരുത്. നിങ്ങളെ ചിറകിന്റെ കീഴിൽ ഭദ്രപ്പെടുത്തുന്ന ഒരു സൈന്യത്തിന്റെ ദൈവം നമ്മോട് കൂടെയുണ്ട്. സൈന്യങ്ങളുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമുക്ക് ദുർഘമായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ നോക്കി ഭയപ്പെടരുത്. സാഹചര്യങ്ങളെ കണ്ട് പിൻവാങ്ങി പോകരുത്. സാഹചര്യങ്ങളെ കണ്ട് പേടിച്ചു പോകരുത്. അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു കാരണമുണ്ട്. അതിന്റെ മധ്യത്തിൽ നിന്നെ പരിപാലിക്കുന്ന ഒരു കർത്താവിന്റെ ശക്തിയുണ്ട്. എത്ര പേർക്ക് ആ ദൈവമുഖത്തേക്ക് നോക്കുവാൻ
കാണുവാനായിട്ട് കഴിയും. അവങ്കിലേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ല. ഇന്ന് പ്രൈസ് ദി ലോർഡ് ഹാലലൂയ ഉച്ചതിരിഞ്ഞ സമയത്ത് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നവർ ആരും ലജ്ജിച്ചു പോകുകയില്ല. ധൈര്യത്തോടെ പറഞ്ഞാൽ കർത്താവേ, ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. എൻ്റെ ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ അവിടുത്തെ മുഖത്തേക്ക് നോക്കുകയാണ്. എന്നെ ലജ്ജിപ്പിക്കരുത് കർത്താവ്, ലജ്ജിപ്പിക്കരുത്. ഹല്ലേലൂയ. ലജ്ജിച്ചു പോകേണ്ട സംഗതികൾ അനേകം എൻ്റെ മുൻപിലുണ്ട് കർത്താവേ. എന്നാൽ ഞാൻ ലജ്ജിച്ചു പോകുവാൻ അങ്ങ് ഇടവരുത്തരുത്, അങ്ങ് ഇടവരുത്തരുത്. ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. 1000 പേരിൽ സൗന്ദര്യമുള്ള ഹല്ലേലൂയ, 1000 പേരിൽ സൗന്ദര്യമുള്ള ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നുവെങ്കിൽ ദൈവം നിന്നെ ലജ്ജിപ്പിക്കില്ല. എത്രയോ പേർ ഹല്ലേലൂയ, എത്രയോ ഭക്തന്മാർ, എത്രയോ ദൈവദാസന്മാർ അവരുടെ കഷ്ടവേളയിലെ ഹല്ലേലൂയ അവർ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവരുടെ മുഖം പ്രകാശിതമായി തീർന്നതുപോലെ നിന്റെ മുഖത്തെ കർത്താവ് പ്രകാശിപ്പിക്കും. നിന്റെ തലയെ കുനിക്കുവാൻ എന്റെ കർത്താവ് സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചോ, ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. ഹല്ലേലൂയ. എത്രത്തോളം നിനക്ക് ദൈവത്തെ സ്തുതിപ്പാൻ പറ്റുമോ അത്രത്തോളം ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. അത് സർവശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ഈ കാണുന്ന സകലത്തെയും വാർത്തയാൽ ഉണ്ടാക്കിയ ദൈവമാണ്. ഹല്ലേലൂയ. സർവശക്തിയുള്ള ദൈവമാണ്. അബ്രഹാമിനെ വെളിപ്പെട്ടതുപോലെ ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു എന്ന് വെളിപ്പെട്ടതുപോലെ നിനക്കും കർത്താവ് സർവശക്തിയോട് വെളിപ്പെട്ടു വരും. നിന്റെ വിഷയങ്ങൾ പറഞ്ഞാട്ടെ, നിന്റെ വിഷയങ്ങൾ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. മടിക്കണ്ട. ഹല്ലേലൂയ. നീ ആലോചിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. നിന്റെ വിഷയങ്ങൾ കർത്താവിനോട് പറഞ്ഞാട്ടെ. നിന്റെ വിഷയങ്ങൾ ദൈവത്തോട് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ പോലൊരു നല്ല ദൈവം, ആ ദൈവത്തെ പോലൊരു നല്ല ദൈവം നമുക്ക് ലഭിച്ചത് ഓർത്ത് നന്ദി പറഞ്ഞ് നിന്റെ വിഷയങ്ങൾ ദൈവത്തോട് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നീ ചുമക്കേണ്ട ആവശ്യമില്ല, നീ അത് ചുമന്ന് നടക്കേണ്ട ആവശ്യമില്ല. നിന്റെ ഭാരങ്ങൾ, നിന്റെ ചിന്ത ആകുലങ്ങൾ, നിന്റെ നിരാശകൾ, നിന്റെ എല്ലാവിധമായ ഭാരങ്ങൾ ദൈവത്തിന്റെ മേൽ വെച്ചാട്ടെ. പറഞ്ഞാട്ടെ, കർത്താവേ, ഞാൻ ഇന്ന ഭാരത്താൽ ഭാരപ്പെടുന്നു, ഇന്ന ഭാരത്താൽ ഞാൻ ഭാരപ്പെടുന്നു കർത്താവേ, ഇന്ന വിഷയത്താൽ ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കർത്താവേ. അത് അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്, അവിടുത്തെ പാദപീഠത്തിൽ ഇറക്കി വെക്കുകയാണ്. എന്റെ വിഷാദത്തെ മാറ്റണമേ, എന്റെ വിഷാദത്തെ മാറ്റണമേ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് ദൂതറിയിക്കുകയാണ്. നിങ്ങളുടെ വിഷാദങ്ങൾ ദൈവസ്ഥനിൽ ഒന്ന് ഇറക്കി വെച്ച്, നിങ്ങളുടെ വിഷാദങ്ങൾ ദൈവസ്ഥനിൽ ഇറക്കി വെച്ച്, നിങ്ങളുടെ ഡിപ്രഷൻ, ഹല്ലേലൂയ, ആവശ്യമില്ലാത്ത ചില ഡിപ്രഷനുകൾ, ഹല്ലേലൂയ, നിന്റെ മനസ്സിനെ ഞെരുക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം നിന്നെ ഭാരപ്പെടുത്തുന്ന ഡിപ്രഷനുകൾ യേശുവിന്റെ നാമത്തിൽ, നിരാശകൾ, ആ വിഷാദങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങുവാൻ പ്രാർത്ഥിച്ചേ. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് പ്രാർത്ഥിച്ച് കണ്ണുകൾ അടച്ച് നിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന, നിന്റെ ഹൃദയത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന, സന്തോഷിപ്പാൻ കഴിയാതെ വണ്ണം, ഉറങ്ങുവാൻ കഴിയാതെ വണ്ണം, സമാധാനത്തോടെ ഒന്ന് കിടക്കുവാൻ കഴിയാതെ വണ്ണം നിന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന വിഷാദമുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ അത് നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് കൈമാറുകയാണ്. നിന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന വിഷാദം യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. നിന്നെ ഹല്ലേലൂയ അടിമപ്പെടുത്തുന്ന ആ വിഷാദത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. നിന്നെ മുൻപോട്ട് വിടാതെ വണ്ണം പിടിച്ചു കെട്ടിവെച്ചിരിക്കുന്ന ആ നിരാശയുടെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ നിന്ന് പൊട്ടിച്ചകറ്റുകയാണ്. Oh, Father, in the name of Jesus. Hallelujah, 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 hallelujah. പറഞ്ഞാട്ടെ, praise the Lord. ഗോലിയാത്തിന് നേരെ ദാവീദ് വന്നപ്പോൾ praise the Lord അവൻ പറഞ്ഞത്, ഞാൻ ഹല്ലേലൂയ കവണയും കല്ലുമായിട്ട് നിന്റെ നേരെ വരുന്നു എന്നല്ല പറഞ്ഞത്. ദാവീദ് പറഞ്ഞത് ഇങ്ങനെയാണ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ ഞാൻ വരുന്നു എന്ന്. praise the Lord. അത് ആ ശബ്ദം ദാവീദിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ ഗോലിയാത്ത് വീഴുവാനായിട്ട് ഇടയായി തീർന്നു. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലും ദാവീദ് പറഞ്ഞില്ല, ഞാൻ കവണയുമായിട്ടാണ്, ഞാൻ കല്ലുമായിട്ടാണ് നിന്റെ നേരെ വരുന്നതെന്ന് ദാവീദ് പറഞ്ഞില്ല. ദാവീദ് പറഞ്ഞത്, ഹല്ലേലൂയ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ കടന്നു വരുന്നുവെന്ന്. ഇന്ന് നിന്നെ നിന്നെ അത് വിഷാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ആത്മാവിനെ നോക്കി പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കടന്നു വരികയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്നെ തകർക്കുകയാണ്. ഹല്ലേലൂയ.
പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഈ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ചു. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കുടുംബത്തിന്റെ തലമുറയുടെ വിഷാദങ്ങൾ, ഡിപ്രഷനുകൾ, ആവശ്യമില്ലാത്ത നിരാശകൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. Praise the Lord, praise the Lord, praise the Lord. നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ചില ദിവസങ്ങളായി ഇസ്രായേൽ മക്കളോട് വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന ഗോലിയാത്ത് ചില ദിവസങ്ങളായി വെല്ലുവിളിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ചില വെല്ലുവിളികൾ ഹല്ലേലൂയ ചില ദിവസങ്ങളായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന് നേരെ ചില വെല്ലുവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ഇസ്രായേൽ മക്കൾ ഭാരപ്പെടുകയാണ്. അവിടെ ശൂരന്മാരുണ്ട്, അവിടെ പരാക്രമികളുണ്ട്, അവിടെ അവിടെ ആയുധധാരികളുണ്ട്. പക്ഷേ അവരെല്ലാം ഈ വെല്ലുവിളിക്ക് മുൻപ് ഭയന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. സ്തോത്രം. ചില ദിവസങ്ങളായി ശൗലും കൂട്ടരും ഭയന്ന് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ശത്രുവിന്റെ വെല്ലുവിളി കേട്ട്, ഗോലിയാത്തിന്റെ വെല്ലുവിളി കേട്ട്, ഗോലിയാത്തിന്റെ വാള് കണ്ട്, ഗോലിയാത്തിന്റെ പരിച കണ്ട്, ഗോലിയാത്തിന്റെ ശരീരം കണ്ട്, അവന്റെ വെല്ലുവിളി കേട്ട് പ്രൈസ് ദി ലോർഡ് ശൗലും കൂട്ടുകാരും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പടജനവും ഭയന്ന് നിൽക്കുമ്പോൾ ഒരു പ്രൈസ് ദി ലോർഡ് യൗവനക്കാരൻ വിളിച്ചു പറയുകയാണ്, ഞാൻ പ്രൈസ് ദി ലോർഡ് എന്റെ ദൈവത്തിന്റെ നാമത്തിൽ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ, നീ നിന്ദിച്ച യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ കടന്നു വരികയാണ്. ഇന്ന് എത്ര പേർക്ക് അത് പറയാൻ പറ്റും? വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ നേരെ, വെല്ലുവിളിക്കുന്ന നിന്റെ കുടുംബത്തിന് നേരെ വെല്ലുവിളിക്കുന്ന, നിന്റെ ഹല്ലേലൂയ പ്രൈസ് ജീവിതത്തിന് നേരെ വെല്ലുവിളിക്കുന്ന, നിന്റെ തലമുറയ്ക്ക് നേരെ വെല്ലുവിളിക്കുന്ന ആ ദുഷ്ട പ്രൈസ് ശക്തികളുടെ നേരെ നിനക്ക് പറയാൻ കഴിയുമോ? ദൈവത്തിന്റെ നാമത്തിൽ, എന്റെ യേശുവിന്റെ നാമത്തിൽ കടന്നു വരുന്നുവെന്ന്, എന്റെ യേശുവിന്റെ നാമത്തിൽ കടന്നു വരുന്നുവെന്ന് നിനക്ക് പ്രൈസ് ദി ലോർഡ് വിളിച്ചു പറയാൻ പറ്റുമോ? നിന്റെ അധരങ്ങളിലൂടെ വിളിച്ചു പറയാൻ പറ്റുമോ? വിശ്വാസത്തോടെ വാക്ക് നിനക്ക് പ്രഖ്യാപിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഗോലിയാത്ത് താഴെ വീഴും, ഗോലിയാത്ത് മലനടിച്ചു വീഴും, ആ വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ ശക്തി തകർന്നു വീഴും. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. വിശ്വസിച്ചോട് പ്രാർത്ഥിച്ചാണ്ട് യേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിന് നേരെ ഉയരുന്ന വെല്ലുവിളികൾ, ശത്രുവിന്റെ സകല വെല്ലുവിളികൾ, തലമുറയ്ക്കെതിരാകെ, തലമുറയെ ആര് നശിപ്പിച്ചു കളയുമെന്ന്, തലമുറയെ ഇല്ലായ്മ ചെയ്യുമെന്ന് ഭീതിപ്പെടുത്തുന്ന വെല്ലുവിളിക്കുന്ന ആ ദുഷ്ട പിശാചിന്റെ പോരുകളിന്മേൽ ഇന്നേക്ക് ജയം കൽപ്പിക്കുവാൻ പറഞ്ഞാണ്ട് യേശുവിന്റെ നാമത്തിൽ കടന്നു വരുന്നു. യേശുവിന്റെ നാമത്തിൽ കടന്നു വരുന്നു. എനിക്കെതിരായി, എന്റെ ശുശ്രൂഷകൾക്കെതിരായി, എന്റെ കുടുംബത്തിനെതിരായി വെല്ലുവിളിക്കുന്ന ദുഷ്ട പിശാചേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ കടന്നു വരികയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചാണ്ട് ദാവീദ് പറഞ്ഞ കവണയും കല്ലുമായിട്ടല്ല വരുന്നത്, നീ നിന്ദിച്ച യഹോവയുടെ നാമത്തിൽ കടന്നു വരുന്നു, നീ നിന്ദിച്ച സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ കടന്നു വരുന്നു. എപ്പോൾ ദാവീദ് ആ വാക്ക് തന്റെ വായിൽ നിന്ന് പുറപ്പെട്ടുവോ അപ്പോൾ ഗോലിയാത്ത് വീഴുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. കല്ലിന്റെ ശക്തിയല്ല, കവണയുടെ ശക്തിയല്ല, പ്രൈസ് ദി ലോർഡ് അവൻ പറഞ്ഞ ദൈവത്തിന്റെ നാമത്തിന്റെ ശക്തിയാണ് വെളിപ്പെട്ടു വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ എറിഞ്ഞ കല്ലിന്റെ ശക്തിയല്ല, അവൻ എറിഞ്ഞ കവണയുടെ ശക്തിയുമല്ല, അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ദൈവനാമത്തിന്റെ ശക്തി. ഇന്ന് നീ പറയുന്ന യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. ഇന്ന് നീ പറയുന്ന യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. അത് നിന്റെ നേരെ വെല്ലുവിളിക്കുന്ന ശത്രുക്കളെ അത് തകർക്കുന്ന ശക്തിയുള്ള നാമമാണ്. അല്ലെങ്കിൽ എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്ന നാമമാണ്. എല്ലാ ശത്രുവിന്റെയും എല്ലാ പോരുകളെയും പോരാട്ടങ്ങളെയും തകർക്കുന്ന നാമമാണ്. ആ നാമത്തെ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക, ഞാൻ യേശുവിന്റെ നാമത്തിൽ കടന്നു വരുന്നു എന്ന്. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും ദൈവസ്ഥാനിൽ അടയട്ടെ. യേശുവിന്റെ നാമത്തിൽ നമുക്ക് ദൈവത്തോട് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ശത്രുക്കൾക്ക് മുൻപാകെ ഒരു മേശയൊരുക്കുന്ന കർത്താവുണ്ട്. വെല്ലുവിളികളെ ആദ്യം തകർത്ത് കളയുന്ന ദൈവമുണ്ട്, ഗോലിയാത്തിനെ വീഴ്ത്തിക്കളയുന്ന ദൈവമുണ്ട്. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വെല്ലുവിളികളെ യേശുവിന്റെ നാമത്തിൽ നേരിടട്ടെ. ഹല്ലേലൂയ. നിന്നെ കൊണ്ട് സാധ്യമല്ല, നിന്റെ ആരോഗ്യം കൊണ്ട് സാധ്യമല്ല, നിന്റെ ശക്തി കൊണ്ട് സാധ്യമല്ല, നിന്റെ പണം കൊണ്ട് സാധ്യമല്ല. പക്ഷേ വെല്ലുവിളികളെ, ആ ശത്രുവിന്റെ വെല്ലുവിളികളെ യേശുവിന്റെ നാമം കൊണ്ട് ജയിക്കുവാൻ കഴിയും. യേശുവിന്റെ നാമം കൊണ്ട് ജയിക്കുവാൻ കഴിയും. പറഞ്ഞാട്ടെ, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്ന എന്ന്. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് അതരങ്ങളൊന്ന് തുറന്നേ. സ്തോത്രം. ദൈവത്തെ നോക്കിക്കേ, ദൈവത്തേക്ക് നോക്കിക്കേ. ഹല്ലേലൂയ.
എന്തു നല്ലോർ സഖിയേശു, പാപ ദുഃഖം വഹിക്കും. എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിടായിക നിമിത്തം. എന്തോ നല്ലോ സഖി യേശു, പാരം ദുഃഖം വഹിക്കും. എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നാമേ നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിടായിക നിമിത്തം. നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വെല്ലുവിളികളെ തകർത്തെറിയുന്നൊരു നാമമുണ്ട്. നീ ഭയപ്പെടേണ്ട. ചില നാളുകളായി വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ വെല്ലുവിളികളെ കേട്ട് നീ ഭയപ്പെടരുത്. നിനക്കൊരു നാമമുണ്ട്, യേശുവിൻ നാമം. നിനക്കൊരു ദൈവമുണ്ട്, യേശു എന്ന ദൈവമുണ്ട്. ആ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, എന്റെ കുടുംബത്തിനെതിരായി വെല്ലുവിളിക്കുന്ന ദുഷ്ടശത്രുവേ, എന്റെ തലമുറയ്ക്കെതിരായി വെല്ലുവിളിക്കുന്ന ദുഷ്ടശത്രുവേ, എന്റെ മുന്നേറ്റത്തെ എതിരായി വെല്ലുവിളിക്കുന്ന ശത്രുവേ, എന്റെ ശുശ്രൂഷകൾക്കെതിരായി വെല്ലുവിളിക്കുന്ന ശത്രുവേ, എന്റെ ജോലിക്കെതിരായി വെല്ലുവിളിക്കുന്ന ശത്രുവേ, യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്മേൽ ജയമെടുത്താട്ടെ. ഹല്ലേലൂയ, ജയമെടുത്താട്ടെ. എല്ലാ കണ്ണുകളും നടച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമുഖത്തേക്ക് നോക്കിക്കേ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കേ. ആ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവകരമായിരിക്കുന്നു. ദാവീദിന്റെ വായിൽ നിന്നും ആ വാക്ക് വന്നപ്പോൾ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമം ഞാൻ നിന്റെ നേരെ വരുമെന്ന് പറഞ്ഞത് ആ സമയത്ത് തന്നെ ഗോലിയാത്ത് വീഴുവാനായിട്ടിടയായി തീർന്നു. കല്ലിന്റെ ശക്തിയല്ല, കവനയുടെ ശക്തിയല്ല, അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട യഹോവയുടെ നാമത്തിന്റെ ശക്തി അവിടെ വെളിപ്പെടുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ നീ പറയുന്ന നാമത്തിന് ശക്തിയുണ്ട്, നിന്റെ യേശുവിന് ശക്തിയുണ്ട്, നിന്റെ ദൈവത്തിന്റെ ശക്തിയുണ്ട്. ആ നാമം നീ ഉച്ചരിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിന് വലിയ സൗഖ്യം, വിടുതൽ ഇറങ്ങി വരുന്ന നിനക്ക് കാണുവാനായിട്ട് കഴിയും. നിന്റെ ശരീരത്തിൽ അത് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയും. കണ്ണുകടച്ച് പ്രാർത്ഥിച്ചേ. അധികാരമുള്ള യേശുവിന്റെ നാമം. എല്ലാ കണ്ണുകളും അടച്ച് യേശുവിന്റെ നാമത്തിന്റെ മഹത്വം കർത്താവേ വചനം വച്ച് നിന്റെ ജനങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ വെല്ലുവിളികളെയും യേശുവിന്റെ നാമത്തിൽ, ശത്രുവിന്റെ സകലവിധமான വെല്ലുവിളികളിൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ദൂരീകരിക്കുകയാണ്. ആ നാമം ഞങ്ങൾ ജയമെടുക്കുകയാണ്. ശത്രു വീഴട്ടെ, ആ വെല്ലുവിളിക്കുന്ന ശക്തികൾ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദേശാധിപതി ശക്തികൾ, അതിന്റെ വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അതിന്റെ മേൽ ജയപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ദൈവഘടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ കർത്താവേ. ആമേൻ, 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 ആമേൻ. സന്തോഷം.